ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് തിരുച്ചെന്തൂരിൽ കുംഭാഭിഷേകം നടന്ന ദിവസമായിരുന്നു. കുംഭാഭിഷേകം എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ ഗോപുരവും അവിടുത്തെ പ്രധാന ദേവതയെയും വിശുദ്ധ ജലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു ചടങ്ങാണ് കുംഭാഭിഷേകം എന്ന് പറയുന്നത്. കുംഭാഭിഷേകത്തിന് മുൻപും പിൻപുമായിട്ട് ക്ഷേത്രങ്ങളിൽ ധാരാളം പൂജകളൊക്കെ നടക്കാറുണ്ട്. വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു കുംഭാഭിഷേകം എന്ന് പറയുന്നത്. തിരുച്ചെന്തൂരിൽ മുരുകഭഗവാന്റെ ക്ഷേത്രത്തിൽ 15 വർഷങ്ങൾക്ക് ശേഷം ഇന്നായിരുന്നു കുംഭാഭിഷേകം നടന്നത്. രാവിലെ 6:40-നും 6:50-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു അത്. നിങ്ങൾ എത്ര പേരത് അറിഞ്ഞു, എത്ര പേരത് കണ്ടിട്ടുണ്ട് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് വളരെയധികം മഹനീയമായിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റുന്നതും അത് കാണാൻ പറ്റുന്നതും. അപ്പം ഇനിയൊരു 48 ദിവസത്തേക്ക്, അതായത് ഏത് ക്ഷേത്രത്തിലാണെങ്കിലും കുംഭാഭിഷേകം നടന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഒരു 48 ദിവസം നമ്മളവിടെ പോയാൽ വളരെയധികം പവിത്രമായിരിക്കും. അവിടെ എനർജി വളരെയധികം കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ആരെങ്കിലുമൊക്കെ തിരുച്ചെന്തൂർ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു 48 ഡേയ്സിനുള്ളിൽ പോകാനായിട്ട് ശ്രമിക്കണം. വളരെ നല്ല ഐശ്വര്യം തന്നെ നമ്മുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരുന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്, ഈ 48 ദിവസം നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റിയാൽ വളരെ അത്യുത്തമമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ 6 ദിവസത്തേക്ക്, അതായത് ഇന്ന് തിങ്കളാഴ്ച കുംഭാഭിഷേകം നടന്ന ദിവസമായതുകൊണ്ട് ഇന്ന് മുതൽ 6 ദിവസത്തേക്ക്, അല്ലെങ്കിൽ നാളെ മുതൽ 6 ദിവസത്തേക്ക് എന്ന് തുടങ്ങണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അന്ന് തുടങ്ങാവുന്നതാണ്. ഈ ഒരു 48 ദിവസത്തിന് മുൻപായിട്ട് തുടങ്ങി നിങ്ങളിത് തീർത്താൽ മതിയാകും. നിങ്ങൾ എന്താഗ്രഹിച്ചാണോ ഇത് ചെയ്യുന്നത് അത് ഭഗവാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്ന് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. കാരണം കുംഭാഭിഷേകം നടന്നതിന് ശേഷം വളരെയധികം പവറുണ്ട് ഭഗവാൻ, അല്ലെങ്കിൽ തന്നെ മുരുക ഭഗവാനും വളരെയധികം പവറുണ്ട്. കുംഭാഭിഷേകം കൂടി നടന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് ഭഗവാൻ അതീവ പ്രസന്നനും സന്തോഷവാനുമായിരിക്കും. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ആഗ്രഹം ഭഗവാനോട് പറഞ്ഞാൽ ഭഗവാൻ നമുക്ക് ആ ഒരു ആഗ്രഹം സാധിച്ചു തന്നിരിക്കും. വളരെ എളിമയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, മറ്റൊന്നുമല്ല. അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഞാൻ പറഞ്ഞു കുംഭാഭിഷേകത്തിൻ്റെ ആ ഒരു പ്രത്യേകതകളൊക്കെ. ഇനിയിപ്പം ഞാൻ ഈ പറയുന്ന പൂജ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പോലും കഴിയുന്നതും ശരവണ ഭവ എന്നുള്ള മന്ത്രം ഈ 48 ദിവസം എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ജപിക്കാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ജപിച്ചുകൊണ്ടേയിരിക്കാം. തിരുച്ചെന്തൂർ എന്ന് പറയുന്നത് ഭഗവാന്റെ 60 വീടുകളിൽ ഒന്നാണ്. അതിൽ തന്നെ തിരുച്ചെന്തൂരിന് ഒരുപാട് പ്രത്യേകതകളുമുണ്ട്. വളരെ അധികം പവർ, നിഗൂഢമായിട്ടുള്ള ഒരുപാട് ശക്തികളുള്ള സ്ഥലമാണ് തിരുച്ചെന്തൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രമാത്രം ഭഗവാനെ മുറുകെ പിടിക്കുന്നു അത്രമാത്രം ഭഗവാന്റെ അനുഗ്രഹവും നമുക്ക് ലഭിക്കും. അപ്പം ഈ 6 ദിവസം നോൺ വെജ് കംപ്ലീറ്റ് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റിയാൽ അത് വളരെയധികം നല്ലതാണ്. ഇപ്പം എല്ലാവർക്കും അത് സാധിച്ചു എന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് ഇത് ചെയ്തതിന് ശേഷം നോൺ വെജ് കഴിക്കാവുന്നതാണ്. ഇന്ന് മുതൽ എപ്പോൾ വേണമെങ്കിലും, സാധാരണ ചൊവ്വ ഹോരയിലാണ് നമ്മളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിത് 6 ദിവസം അടുപ്പിച്ചാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന സമയം രാവിലെയോ വൈകിട്ടോ എപ്പോഴാണോ പറ്റുന്നത് ആ ഒരു സമയത്ത് നിങ്ങളിത് ചെയ്താൽ മതിയാവും. മറ്റൊന്നുമല്ല, നിങ്ങൾ ഏത് സമയത്താണോ പൂജ ചെയ്യുന്ന ആ ഒരു ഭാഗം വൃത്തിയാക്കുക. ഭഗവാന്റെ വിഗ്രഹം വേലൊക്കെ ഉണ്ടെങ്കിൽ കഴിവതും അഭിഷേകം ചെയ്യാൻ ശ്രമിക്കണം. അഭിഷേകം ചെയ്യാൻ സാധിക്കാത്തവർ നന്നായിട്ട് തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെക്കണം. അതേപോലെ തന്നെ ഫോട്ടോയാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്ത് ഭഗവാന് പൂക്കൾ സമർപ്പിക്കണം. അരളിപ്പൂക്കളോ മുല്ലപ്പൂക്കളോ റോസാപ്പൂക്കളോ എന്ത് പൂക്കളാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് സമർപ്പിച്ചതിന് ശേഷം ഭഗവാന് മുൻപിൽ നമ്മളൊരു ഷഡ്കോണമാണ് വരയ്ക്കുന്നത്. ഷഡ്കോണം വരയ്ക്കുന്നത് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് 2 നക്ഷത്രങ്ങൾ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ളതാണ് ഷഡ്കോണം. 6 കോണുകളുണ്ട് ഷഡ്കോണത്തിന്. അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഓം എന്ന് എഴുതിയിട്ട് ചുറ്റുമുള്ള ആ 6 കോണുകളിൽ ശരവണ ഭവ എന്നാണ് നമ്മൾ എഴുതുന്നത്. അങ്ങനെ എഴുതിയതിന് ശേഷം 6 ദീപങ്ങൾ, നെയ് ദീപങ്ങൾ കൊളുത്തണം. ഞാനിവിടെ വെറ്റില വെച്ചിട്ട് അതിന് മുകളിലാണ് നെയ്ദീപം കൊളുത്തുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ ആ ശരവണ ഭവ എന്ന് എഴുതിയതിന് മുകളിലായിട്ട് 6 ദീപങ്ങൾ വെച്ചിട്ട് അങ്ങനെയും കൊളുത്താം. നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അങ്ങനെ കൊളുത്തിയതിന് ശേഷം ഭഗവാന് എന്തെങ്കിലും ഒരു നിവേദ്യം, ഈ 6 ദിവസവും ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പഞ്ചാമൃതമോ
തേനോ അതല്ല ശർക്കര പായസമോ വെച്ച് സമർപ്പിക്കാൻ പറ്റിയാൽ അത് വളരെയധികം ഉത്തമമാണ്. നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് എന്താണെങ്കിലും അത് ഭഗവാന് സമർപ്പിച്ചിട്ട് ഭഗവാനെ മനസ്സുരുകി ഭഗവാനെ വിളിച്ച് ഭഗവാനെ കണ്ടുകൊണ്ട് ഓം ശരവണ ഭവായ നമഃ, ഇതാണ് നമ്മൾ 108 പ്രാവശ്യം ചൊല്ലേണ്ടുന്ന മന്ത്രമെന്ന് പറയുന്നത്. വളരെ സ്പീഡിലൊന്നും നമ്മളിതൊരിക്കലും ചൊല്ലരുത്, വളരെ പതിയെ. ഭഗവാനെ ആ ഒരു കുംഭാഭിഷേകമൊക്കെ നടന്ന് ഭഗവാൻ എത്രമാത്രം സന്തോഷവാനായിട്ടാണോ ഇരിക്കുന്നത് അത്രമാത്രം ഭഗവാനോടുള്ള ആ ഒരു സ്നേഹവും സന്തോഷവും നമ്മളും നമ്മുടെ മനസ്സിൽ പൂർണ്ണമായിട്ടും വെച്ചുകൊണ്ട് വേണം ഓം ശരവണ ഭവായ നമഃ എന്നുള്ള മന്ത്രം 108 തവണ ജപിക്കാനായിട്ട്. ഓരോ തവണ ജപിക്കുമ്പോഴും മുല്ലപ്പൂക്കൾ കൊണ്ടോ റോസപ്പൂക്കൾ കൊണ്ടോ താമരപ്പൂവിൻ്റെ ഇതളുകൾ കൊണ്ടോ അരളിപ്പൂക്കൾ കൊണ്ടോ നിങ്ങൾക്ക് അർച്ചന ചെയ്യാൻ പറ്റിയാൽ അത് വളരെ വളരെ നല്ലതാണ്. നമ്മൾ ആ ശരവണ ഭവ എന്നുള്ള കോലം വരച്ചതിൻ്റെ നടുക്കായിട്ട് എഴുതിയ ഓമിൽ വേണം നമ്മൾ അർച്ചന ചെയ്യാൻ. അർച്ചന ചെയ്തുകൊണ്ട് ഓം ശരവണ ഭവായ നമഃ എന്ന് ചൊല്ലിയാൽ അതിന് വളരെ പെട്ടെന്ന് തന്നെ ഫലമുണ്ടാകുകയും ഭഗവാൻ വളരെ പെട്ടെന്ന് നമ്മുടെ മുൻപിൽ തന്നെ വന്ന് പ്രത്യക്ഷനാവുകയും ചെയ്യും. അത്രമാത്രം പവറുള്ള ഒന്നാണ് ഈ ഒരു ശരവണ ഭവ എന്ന് പറയുന്ന ഭഗവാന്റെ ഷടാക്ഷരി മന്ത്രം. ആദ്യത്തെ ദിവസം നമ്മളിങ്ങനെ ചെയ്തു. ധൂപദീപ ആരതി എടുത്തു ഭഗവാന് നിവേദ്യവും സമർപ്പിച്ച് കർപ്പൂര ആരതിയും എടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുക. പിന്നെ മുന്നോട്ടുള്ള 5 ദിവസങ്ങളിലും നിങ്ങൾ ഇത് തന്നെ വേണം ചെയ്യാനായിട്ട്. ഈ 6 ദിവസം നമ്മൾ ചെയ്യുമ്പോഴും കറക്റ്റ് ഒരേ സമയം തന്നെ പാലിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ അത് വളരെ വളരെ നല്ലതാണ്. രാവിലെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെയും, അങ്ങനെയല്ല വൈകിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും വൈകിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക. 6 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, മാറ്റി മാറ്റി രാവിലെയും വൈകിട്ടുമായിട്ട് ചെയ്യാതിരിക്കുക. ഒരേ സമയം, അതായത് നമ്മൾ ഒരു ദേവതയെ അടുപ്പിച്ച് കുറച്ച് ദിവസം പ്രാർത്ഥിക്കുമ്പോൾ അത് ഒരു കറക്റ്റ് സമയത്താണെന്നുണ്ടെങ്കിൽ ആ സമയമാകുമ്പോൾ ആ ദേവത നമ്മുടെ പ്രാർത്ഥനയും നിവേദ്യവും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എത്തുമെന്നുള്ളതാണ് ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ നമ്മളെ കാത്തിരിക്കുന്ന നമ്മുടെ ദേവതയെ നമ്മൾ മുഷിപ്പിക്കരുതല്ലോ. അതുകൊണ്ട് ആ കറക്റ്റ് സമയം ഫോളോ ചെയ്യാൻ പറ്റിയാൽ അത് വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു 6 ദിവസവും ഓരോ ദിവസവും എല്ലാ പൂജകളും കഴിഞ്ഞതിന് ശേഷം ഭഗവാനോട് നമ്മൾ നമ്മുടെ ആഗ്രഹം, എൻ്റെ ഈ ഒരു ആഗ്രഹം അങ്ങ് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്താണോ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത്, എന്താണോ നിങ്ങളുടെ ആഗ്രഹം, അത് ഭഗവാനോട് മനസ്സറിഞ്ഞ് തന്നെ പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ ഭഗവാൻ വളരെയധികം സന്തുഷ്ടനായിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാവുന്നതായിരിക്കും. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ കുംഭാഭിഷേകം എന്ന് പറയുന്നത് അത്രമാത്രം മഹനീയമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിലൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നത് തന്നെ മുൻജന്മ സുഹൃതവുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ നമ്മൾ വെറുതെ കളയാതെ വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കണം. ഭഗവാനെ മുറുക്കെ പിടിച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും. എല്ലാവരും ഇത് ചെയ്യണം. ഇതിനു വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് കണ്ടെത്തുക തന്നെ ചെയ്യണം. ഇനിയുള്ള 6 ദിവസങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഈ സമയങ്ങൾ പീരിയഡ്സോ പുലവാലായ്മയോ ഒക്കെ ഉള്ളവർക്ക് ഞാൻ പറഞ്ഞു 48 ദിവസം കുംഭാഭിഷേകത്തിൻ്റെ ആ ഒരു പവർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 48 ദിവസത്തിന് മുൻപ് എപ്പോഴാണെങ്കിലും നിങ്ങൾ ചെയ്താൽ മതിയാവും. കഴിവതും എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.